സാധാരണ നമ്മൾ ഒരു ENT ഡോക്ടറെയോ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെയോ ആണ് കാണുന്നത്. ചിലപ്പോഴെങ്കിലും ഈ വേദനകളുടെ കാരണം കണ്ടെത്തുക പ്രയാസമാണ്. എന്നാൽ ഈ വേദനകൾക്ക് നമ്മുടെ ദന്തഘടനയുമായും താടിയെല്ലിന്റെ സന്ധിയുമായും ബന്ധപ്പെട്ട അപാകതകളും കാരണമാകാം. ഇതാണ് കാരണമെങ്കിൽ വളരെ എളുപ്പം ചികിത്സിച്ച് മാറ്റാവുന്നവയാണ് മേൽപ്പറഞ്ഞ വേദനകളെല്ലാം. ന്യൂറോ മസ്കുലർ ഡെന്റിസ്ട്രി എന്ന മേഖലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം കൊച്ചി റൈറ്റ് ബൈറ്റിന്റെ ഡയറക്ടറും ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസിലെ പ്രൊഫസറും ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ ടാറ്റു ജോയ് ചേരുന്നു. ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ചവച്ചരിക്കുക തുടങ്ങിയ പ്രവൃത്തികൾക്ക് വളരെ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അത്ര ലഘുവായ കാര്യങ്ങളല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദന്തഘടനയുമായും വായുടെ ഘടനയുമായും പ്രവൃത്തികളുമായും ഒന്ന് വിശദമാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. സാധാരണ നമുക്ക് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ എല്ലാം റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മള് ഈ പല്ലിന്റെയും ജോയിന്റിന്റെയും അതിന്റെ ചുറ്റും നടക്കുന്ന മസിൽസിന്റെയും അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ചവയ്ക്കുന്നത് റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. നോർമലായിട്ട് ചവയ്ക്കുമ്പോൾ നമ്മളൊരു 200 അല്ലെങ്കിൽ 400 ന്യൂട്ടൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഇത്തിരി കടുപ്പിച്ച് കടിക്കുമ്പോൾ 500 തൊട്ട് 700 ന്യൂട്ടൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഈ താടിയെല്ലുകളിൽ നിന്ന്. നമ്മുടെ കാൽമുട്ടിന് സാധാരണ ഒരു 600 ന്യൂട്ടൺ ഫോഴ്സ്, കൈമുട്ടിന് ഒരു 400 ന്യൂട്ടൺ ഫോഴ്സ്, നമ്മുടെ നടുവെല്ലിന് അറൌണ്ട് 2400 ന്യൂട്ടൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാം. പക്ഷെ ഇതിനെല്ലാം ഒപ്പം നിൽക്കുന്ന ഒരു ജോയിന്റ് ആണ് ഇവിടെ നമ്മുടെ ചെവിയുടെ മുമ്പിലുള്ള TM ജോയിന്റ് എന്ന് പറയുന്ന ജോയിന്റ്. ഈ രണ്ട് ജോയിന്റ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴത്തെ താടിയിൽ മാത്രമേ അനങ്ങുള്ളൂ, മുകളിലെ താടിയിൽ ഫിക്സ്ഡ് ആണ്. പല്ല് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിചാരം പല്ല് തമ്മിൽ കടിച്ചിട്ട് അല്ലെങ്കിൽ പല്ല് തമ്മിൽ ചവച്ചിട്ടാണ് ഭക്ഷണം അരിയുന്നതല്ല. പല്ലുകൾ രണ്ടും സൈഡിൽ കൂടെ പതുക്കെ സ്മൂത്തായിട്ട് ഓടുമ്പോൾ അതിന്റെ ഇടയിൽ ഭക്ഷണം പെട്ടിട്ട് അരഞ്ഞ് കിട്ടുന്നതാണ്. പല്ല് തമ്മിൽ കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഈ കടിക്കുമ്പോൾ പല്ല് തമ്മിൽ ഡെഫിനറ്റ്ലി കൊള്ളുന്ന സമയം നമ്മൾ സ്വോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുപ്പിൽ ഇറക്കുമ്പോഴാണ്. ആ സമയത്ത് മാത്രമേ പല്ല് തമ്മിൽ മുട്ടുള്ളൂ. അപ്പം ഈ കടിച്ച് ചവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഭക്ഷണത്തിന്റെ ഫോഴ്സ് കൂടുതൽ നമ്മൾ കടിക്കുമ്പോഴും രണ്ടു വശം ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇത്രയും ചെറിയ രണ്ട് ജോയിന്റ് ഇത്രയും ഫോഴ്സ് എടുക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള മസിൽസ് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന പേശികൾ അതിന്റെ ബലം അത്രയധികം കൂടുതൽ വേണം. രണ്ട് വശത്തും ഈക്വലി ബാലൻസ്ഡ് അല്ല എങ്കിൽ അത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഇന്ന് എനിക്ക് ഇന്ന് ഇവിടുത്തെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ പറഞ്ഞ തലവേദനയും തോൾവേദനയും ചെവി വേദനയും ഒന്നും നമ്മൾ ആദ്യം തന്നെ ഒരു ഓറൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് സർജന്റെ അടുത്ത് ഒന്നും പോകാറില്ല. നമ്മൾ മറ്റ് പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് ഒരുപാട് മരുന്നൊക്കെ കഴിച്ച ശേഷമായിരിക്കാം ഡോക്ടറെ അടുത്ത് എത്തുക. അപ്പൊ ഡോക്ടറെ സമീപിക്കുന്ന പേഷ്യൻസ് ഇങ്ങനെ തന്നെയാണോ വരിക, അതോ അവർ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയ ശേഷമാണോ എത്താറ്? ന്യൂറോമസ്കുലർ ഡെന്റിസ്ട്രി ഇപ്പൊ ഇന്ത്യയിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് US-ന്ന് ഡോക്ടർ ബെർണാഡ് ജാംഗിൾസൺ ഐഡന്റിഫൈ ചെയ്ത് ഈ പ്രോബ്ലം ഇത് വളരെ മുമ്പ് 1934 കോസ്റ്റൻ സിൻഡ്രോം എന്ന് പറഞ്ഞു വന്നിരുന്ന ഇതിന്റെ ട്രീറ്റ്മെന്റും അതിനെ എങ്ങനെ കാര്യക്ഷമമായി ചികിത്സിക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചതും ഡോക്ടർ ബെർണാഡ് ജാംഗിൾസൺ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. പുള്ളി ആ ഡോക്ടർ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത കുറെ കൺസെപ്റ്റ്സ് ആയിട്ടാണ് ഇത് പുതിയതായിട്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക്കലി നമുക്ക് ചെവി വേദന ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ന്യൂറോളജി അല്ലെങ്കിൽ ENT ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ്, കാൽമുട്ട് വേദന, കൈവേദന, ഇത് നമ്മൾ ഓർത്തോപീഡീഷ്യൻസിനെ കാണും. അത് തന്നെയാണ് കറക്റ്റ്. അതിനകത്ത് തെറ്റൊന്നുമില്ല, ശരിയാണ്. പക്ഷെ അവിടെയും നമ്മൾ MRIയും CT ഒക്കെ ചെയ്തിട്ടും ചിലപ്പോ കണ്ടുപിടിക്കാത്ത ഇഷ്യൂസ് ഉണ്ടാവും. അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മസിൽ ഫിസിയോളജി അല്ലെങ്കിൽ മസിൽ ബയോമെക്കാനിക്സിന്റെ അല്ലെങ്കിൽ പല്ലിന്റെ ബൈറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരാവുന്ന ഇഷ്യൂസ് ആണ്. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, അത് കറക്റ്റ് ചെയ്യാനും പറ്റും.
ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയേണ്ടത് ഈ ജോയിന്റ് നമ്മുടെ ഇവിടെ ചെവിയുടെ മുമ്പിലായിട്ട് ഇരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് വേറെ ജോയിന്റ് ഇല്ല. അപ്പൊ നമ്മുടെ ഈ ജോയിന്റ് ഇത് ഹയസ്റ്റ് ജോയിന്റ്, ഏറ്റവും പൊക്കത്തിലിരിക്കുന്ന ജോയിന്റ് ആണ്. അപ്പൊ പക്ഷെ ഈ ജോയിന്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്നില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ കൈ പിടിച്ചു നോക്കിയാൽ അറിയാം. തലവേദന, ചെവി വേദന, കണ്ണിന്റെ പുറയില് വേദന, ഓക്കെ, താടിയല് തുറക്കാൻ പറ്റായിക അല്ലെ അടയ്ക്കാൻ പറ്റായിക, ചെവിക്കകത്ത് മൂളിച്ച, ചെറുതായിട്ട് വേർട്ടിക്കോ, കഴുത്ത് വേദന, തോള് വേദന, ഈവൻ നടുവേദന, ഇതെല്ലാം ഈ പല്ലിന്റെ കടി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരാം. ഈ തലവേദന പല്ലിന്റെ കടി കൊണ്ട് മാത്രമാണ് വരണേന്നല്ല ഞാൻ പറയുന്നത്. ഒരു 10-15 അങ്ങനെ 10-15 ബാക്കി കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു കണ്ടീഷനാണ്. ഇൻ ദ സെൻസ് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ബോഡിയുടെ ഇൻടേക്ക് സിസ്റ്റം, നമ്മൾ എന്ത് കഴിക്കുന്നതും വായക്കൂടെ, ബാക്കി മൂക്കി കൂടെ ഉള്ള എയറും ചെവി കൂടെ കേൾക്കുന്ന സൗണ്ട് ഒക്കെ വളരെ ഫിൽറ്റേർഡ് ആണ്, വളരെ ക്ലിയർ ആണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വായ തോന്നിയത് കിട്ടണതൊക്കെ കിട്ടണ പോലെ കഴിക്കും. അപ്പോ ഈ TM ജോയിന്റ്, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ ഇപ്പോ അവിടെ ആ സംഗതി തേയ്മാനമാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളാണ് വരിക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുക? നമ്മുടെ ഈ ജോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 500 അല്ലെങ്കിൽ 700 ന്യൂട്ടൺ പവർ ജനറേറ്റ് ചെയ്യേണ്ട ഒരു ജോയിന്റ് ആണത്. അത് ഇവിടെ ഇരിക്കുന്ന 2 മൂലയിലായിട്ടാണ്. ഇപ്പൊ ബേസിക്കലി ലീവർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇത് ലീവർ 1 പ്രിൻസിപ്പിൾ എന്ന് പറയാം, ഇല്ലെങ്കിൽ ലീവർ 3 എന്നും പറയാം. കാരണം ഫൾക്ര അവിടെ ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇതൊരു തൂക്കുപാലം പോലെ ഡിസൈൻ ചെയ്തിരിക്കണം. അതായിരിക്കും കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പം. ഒരു തൂക്കുപാലം പോലത്തെ ഡിസൈനാണ്. തൂക്കുപാലം ആകുമ്പോൾ 2 സൈഡിലും നല്ലോണം റീൻഫോഴ്സ് ചെയ്യണം, നല്ലോണം അതിന്റെ കമ്പികൾ വലിച്ച് കെട്ടണം. ഈ വലിച്ചു കെട്ടുന്നത് നമ്മുടെ പേശികളാണ്, മസിൽസ് ആണ്. അത് ഇവിടുന്ന് ട്രപ്പീസിയസ്, സ്റ്റെർണോക്ലീഡം, മാസ്റ്റോയിഡ്, അങ്ങനെ മസീറ്റ്, ടെമ്പറാലിസ്, ഇങ്ങനെ കുറെ അധികം മസിൽസ് കൂടിയിട്ടാണ് അതിനെ വലിച്ചു കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സൈഡ് നാച്ചുറലി ഇപ്പൊ തൂക്കുപാലത്തിന്റെ ബാലൻസ് പോയാലും ഉണ്ടാവും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോ വള്ളികളായിട്ട് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളൂ. അതേപോലെ ഇതിലേത് മസിലാണ് ഇൻവോൾവ് ആവുമോ അതേപോലത്തെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കഴുത്തുവേദനയിൽ ടെമ്പറാലിസ് എന്നുള്ള മസിലാണ് കൂടുതൽ തലവേദന ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ ഏത് മസിലാണ് അതിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് വെച്ചാൽ അത് പേഷ്യന്റിനെ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഈ ജോയിന്റ് പേഴ്സെ ആണെന്ന് നമുക്ക് അറിയാൻ, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഡോളി രാജൻ എന്ന പ്രേക്ഷക കോളില്. ഹലോ ഹലോ മാം, സംസാരിക്കും. ഇടത് കൈയുടെ ഷോൾഡർ എന്താ മുട്ടിന്റെ വേദനയാണ്. ഹലോ, രണ്ടും ഇടതേ സൈഡിൽ തന്നെയാണോ? അല്ല, അതെ, ഇടത് സൈഡാണ്. തോളിന്റെ എല്ലാം മുട്ടിന്റെ ഇതും ഇടത് വശത്ത് തന്നെയല്ലേ? തോളിന്റെ ആ ഭാഗത്ത് കൈയുടെ ആ മുട്ടിന്റെ വേദനയാണ്. ഇങ്ങനെ ബാക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ഗ്ലൗസ് ഇടാൻ പറ്റത്തില്ല, അങ്ങനത്തെ വേദനയൊക്കെ ഉണ്ട്. തലവേദന ഉണ്ടാവാറുണ്ടോ? തലവേദന ടെൻഷൻ വരുമ്പോ വരും. എപ്പോഴാ തലവേദന? രാവിലെ എഴുന്നേൽക്കുമ്പോ ഉണ്ടോ? രാത്രി കിടന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് അപ്പോഴുണ്ട്. അത് ചോദിച്ചു, രാവിലെ എഴുന്നേൽക്കുമ്പോ ഉണ്ടോന്ന്? ഇല്ല. ഓക്കെ. വാ തുറക്കാനോ അടയ്ക്കാനോ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ആദ്യം ഓർത്തോപീഡിക്സിൽ കാണിക്കണം. ഓർത്തോപീഡിക്സിൽ കാണിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ഡിസ്ക് ഇഞ്ചുറീസോ അങ്ങനത്തെ വല്ലതും ഉണ്ടോന്ന് നോക്കണം. ഓക്കെ. എന്നിട്ട് അത് എക്സ്റേസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് കഴിഞ്ഞേ നമ്മൾ ഇങ്ങനത്തെ പ്രോബബിലിറ്റീസ് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. വിളിച്ചതിന് നന്ദി. വയനാട് നിന്ന് വിജയകുമാർ എന്ന പ്രേക്ഷകരുണ്ട്. ഹലോ 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 ഹലോ, സംസാരിക്കും. ഡോക്ടറെ, ഞാൻ വിളിച്ചത് വയനാട് നമ്പറിലാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എനിക്ക് ഒരു 10-20 വയസ്സായപ്പോ ഒരു ചെറിയ തലവേദന വന്നു. അന്നൊരു കണ്ണു ഡോക്ടറെ കാണിച്ച് അങ്ങനെ കണ്ണടയൊക്കെ ഇട്ട്. പക്ഷെ പിന്നീട് അത് മാറി. ഇപ്പൊ 48 വയസ്സായി. ഇപ്പൊ നിത്യ തലവേദന വരുന്നുണ്ട്. അതായത് വീട്ടിൽ എന്ത് പണിയെടുത്താലും കുഴപ്പമില്ല, ടൗണിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള യാത്ര ചെയ്യുമ്പോഴാണ് തലവേദന കൂടുതൽ വരുന്നത്. ഓക്കെ. സാറിന്റെ പല്ലൊക്കെ എങ്ങനെയാ? വലിയ കുഴപ്പങ്ങളൊന്നും ഉള്ളതല്ല. പല്ലെല്ലാം ഉണ്ടോ? എണ്ണം? അല്ല,
എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. 1-2 കുറവേ ഉള്ളൂ. കൂർക്കം വലി ഉണ്ടോ? ഇല്ല. കൂർക്കം വലി ഉണ്ടോ? ചെക്ക് ചെയ്തിട്ടില്ല? ഇല്ല, കൂർക്കം വലി ഇല്ല. ഇല്ല. ഓക്കെ. പകൽ എഴുന്നേക്കുമ്പോ ക്ഷീണം അങ്ങനെയൊന്നുമില്ല? ഇല്ല, ക്ഷീണമൊന്നുമില്ല. പക്ഷെ അധികം കല്യാണത്തിന് പോകുമ്പോ അല്ലെങ്കിൽ ടൗണിൽ പോകുമ്പോ അങ്ങനെയുള്ള 2 സൈഡും ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. ഇത് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ കഫക്കെട്ടിന്റെയൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമില്ല എനിക്ക്. മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. ഡോക്ടർ ഇപ്പൊ മരുന്ന് തന്നപ്പോ മാറിയായിരുന്നോ അത്? ഇല്ല, ശരിക്കും മാറിയില്ല. അല്ല, കുറഞ്ഞിരുന്നോ മരുന്ന് തന്നപ്പോ? കുറഞ്ഞിരുന്നു. ഗുളിക കഴിച്ചപ്പോ കുറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ. ഐ തിങ്ക് ഒന്നും കൂടി ഡോക്ടറെ തന്നെ ഒന്ന് കാണുക. കാരണം ഡോക്ടറിന് 1-2 വിസിറ്റിൽ അല്ലെങ്കിൽ 2-3 വിസിറ്റും കൊണ്ടേ നമുക്ക് ഞങ്ങൾക്കാണെങ്കിലും ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഏതാ കൃത്യമായിട്ടുള്ളതെന്ന്. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കണം എന്നില്ല. കുറച്ചു ദിവസം മെഡിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുമ്പോ അതിനനുസരിച്ച് അത് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു സംശയം കൂടി ഡോക്ടറെ, എനിക്ക് +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. വിഷ്ണു പി വി പേര്. ഒരു 16 വയസ്സ്. 16-17. അപ്പം അവനൊരു സ്കൗട്ടിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി സ്കൂളിൽ നിന്ന് ഒരു 4 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു വന്നു. അപ്പൊ ഈ തൊപ്പിയൊക്കെ തലവേലിട്ടായിരുന്നേ. അപ്പൊ അതിനുശേഷം വീട്ടിൽ വന്നൊരു 3 ദിവസം കഴിഞ്ഞപ്പോ തലവേദന അങ്ങ് വന്നു മൊത്തം. അപ്പം അത് മരുന്ന് ഡോക്ടറെ കാണിച്ച് പിന്നെ കുറച്ച് നോർമലായെങ്കിൽ പറ്റ കുറയുന്നില്ല. ഇപ്പോഴും പഠിക്കാനൊരു വിഷമം. ആ തലവേദന ഇടയ്ക്കിടയ്ക്ക് അലട്ടുന്നുണ്ട്. പിന്നെ ഒരു 2 കിലോമീറ്റർ ബസ്സിൽ പോകുമ്പോഴേക്കും ഛർദ്ദിക്കാൻ അന്ന് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടുണ്ട് കുറച്ച്. അത് മൈഗ്രെയിൻ ആ ഛർദി കഴിഞ്ഞാൽ വേദന ഇല്ലാണ്ടാവുന്നുണ്ടോ? ഇല്ല, ഛർദിയില്ല. ഈ ഛർദിക്കാൻ തോന്നുക അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ പഠിത്തത്തില് ഒരു നല്ലോണം പഠിക്കുന്നു കൊച്ച. പക്ഷെ ഇപ്പം ഇച്ചിരി പഠിക്കാനും മറ്റുള്ളതിനൊക്കെ പഠിക്കുമ്പോ തലവേദന വരവുണ്ട്. ആദ്യമേ കണ്ടത് ഈ സ്കൗട്ടിന്റെ പ്രോഗ്രാമിൽ പോയതിനു ശേഷമാണ് ഇത് തോന്നിയത്. അപ്പൊ 2 ദിവസം വെയിലത്തും ഉണ്ടായിരുന്നു ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ആദ്യം ജനറൽ ഫിസിഷ്യനെ കാണിക്കുക. ജനറൽ ഫിസിഷ്യനെ കാണിച്ചിട്ട് ബാക്കി ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടിയ സ്പെഷ്യലിസ്റ്റ് നോട്ടത്തിന്റെ ആവശ്യമുള്ളൂ. നദേരി ചെറുപ്പം പയ്യനല്ലേ, അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. സർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകും? ഇപ്പൊ താടിയലിന്റെ പ്രശ്നങ്ങളായാലും നമ്മുടെ പല്ലിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടൊക്കെ ഈ പറഞ്ഞ വേദനകളിലേക്ക് കാരണമായേക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ദൈനംദിനം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്കൊരു പല്ലുവേദന ഒരു സൈഡിൽ വന്ന ആ സൈഡ് ഒഴിവാക്കി ഇപ്പുറത്തെ സൈഡ് കൊണ്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചവയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം ഡെഫിനറ്റ്ലി നമ്മള് ഇപ്പൊ ഒരു സൈഡിലെ പല്ലെടുത്ത് കളഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആ മുറിവ് ഉണങ്ങും, നമുക്ക് അത് ഹീൽ ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ഒരു പല്ലെടുത്ത് കളഞ്ഞു, അത് മുറിവ് ഉണങ്ങും, അത് ഹീൽ ചെയ്യും. പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബ്രെയിൻ നന്നായിട്ട് സെൻസ് ചെയ്യും എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം കുറഞ്ഞു. അപ്പൊ അതായത് ചവയ്ക്കാനുള്ള എന്റെ വലതുവശത്തെ ശേഷി കുറഞ്ഞു. ബ്രെയിൻ എന്ത് ചെയ്യും? ഫുഡെല്ലാം കൂടി പതുക്കെ ലെഫ്റ്റിലേക്ക് മാറ്റും. നമ്മൾ അറിയേണ്ട, നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും അത് പതുക്കെ തിരിച്ച് ലെഫ്റ്റിലേക്ക് ആക്കും. കാരണം അവിടെയാണ് ബ്രെയിൻ സെൻസ് ചെയ്യുന്നത് നന്നായിട്ട് അവിടെ ചവച്ചരിക്കലും നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു സൈഡില് ചവച്ച് ശീലിച്ചു തുടങ്ങും. ആ ചവച്ച് ശീലിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ മസിൽസ് എല്ലാം, ഇപ്പൊ ജിമ്മിൽ പോയിട്ട് ഒരു കൈ മാത്രം മസിൽ വെയിറ്റ്സ് ഒക്കെ എടുത്ത് ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാല് നമുക്ക് ആ കൈ നല്ല മസ്കുലർ ആയിരിക്കും. മറ്റേ കൈ നോർമൽ ആണെങ്കിൽ പോലും ശോഷിച്ച പോലെ തോന്നും. അതേപോലെ തന്നെ ഫേസിലും നമ്മൾ ഒരു സൈഡിൽ മാത്രം ചവയ്ക്കുമ്പോൾ ഇനി കാഴ്ചയിൽ ഒരു സൈഡ് മാത്രം കൂടുതൽ വീർത്തിരിക്കുന്നതിന് ഒരു കാരണം അതാണ്. ഡോക്ടർ, ഇത് ചോദിക്കാൻ കാരണം ഇപ്പോ നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ പ്രശ്നം ആർക്കൊക്കെ ഉണ്ടാകാം, ആർക്കൊക്കെയാണ് ഇതിന് സാധ്യത കൂടുതൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് പ്രായത്തിലും ഇതുണ്ടാവാം, ഏത് പ്രായത്തിലും ഉണ്ടാവാം. എനിക്ക് 5 വയസ്സ് തൊട്ട് 85 വയസ്സ് വരെയുള്ള പേഷ്യൻസ് എന്റെ അടുത്തുണ്ട്. ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണങ്ങളും പലതായിരിക്കും. കാരണം പലതാണ്. ഇതിന് ഞങ്ങളിപ്പോ ഈ അടുത്ത് കുറെ കാലമായിട്ട്, ഇതിപ്പോ 7-8 കൊല്ലമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരു കാര്യം മെയിൻലി മനസ്സിലാക്കിയത്, ഈ 5 വയസ്സുകാരൊക്കെ ഇതിനകത്ത് പെടാൻ കാരണം എന്ന് വെച്ചാൽ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി വീർക്കുകയോ അല്ലെങ്കിൽ മൂക്കിനകത്തുള്ള എന്തെങ്കിലും ദശ വളർച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എയർ വേണം ജീവിക്കാൻ. മാക്സിമം എയറിന് എവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നോ ആ ഇതെല്ലാം നമുക്ക് പതുക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ്. ഇപ്പൊ ചെറുപ്പത്തിലെ പിള്ളേർക്ക് ഈവൻ എത്ര ചെറിയ വാ തുറന്നാ കിടന്ന് ഉറങ്ങണമെങ്കിൽ നമുക്കൊരു തമാശയാണ്. പക്ഷെ വാ തുറന്നാ കിടന്ന് ഉറങ്ങണമെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ
മൂക്കിൽ ശ്വാസം അകത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് വളരെയധികം ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് അതിന്റെ പല്ലിന്റെ വളർച്ചയെ വ്യത്യസ്തമാക്കും. പല്ല് പൊന്തിയതും ഉന്തിയതൊക്കെ ആകും. അപ്പൊ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടർ, അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ രാത്രിയിൽ ഉറക്കത്തിൽ പല്ല് കടിക്കുന്ന സ്വഭാവമുണ്ട്, അത് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകും? ഡെഫിനറ്റ്ലി, മോസ്റ്റ് ഡെഫിനറ്റ്ലി കറക്റ്റ്. കൂർക്കം വലി, നമുക്ക് എപ്പോഴും കൂർക്കം വലി ഒരു തമാശയാണ്. പക്ഷേ സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അത് എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് റെസ്പിറേറ്ററി മെഡിസിൻ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ പറയും സ്ലീപ്പ് ആപ്നിയയില് നമുക്ക് ബേസിക്കലി ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. കാരണം ഈ താടിയലിന്റെ പൊസിഷൻ, ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ താടിയലിന്റെ താടിയലിൽ പതുക്കെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും, നാക്ക് എവിടെ പോകും? നാക്ക് പുറകോട്ട് തന്നെ പോകണം. നാക്ക് പുറകോട്ട് പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ശ്വാസനാളത്തിലേക്കാണ് പോകുന്നത്. ആ ശ്വാസനാളത്തിൽ നമുക്ക് ശ്വാസം വലിക്കാനുള്ള ഏരിയ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൂർക്കം വലിക്കും. ഇനി കൂർക്കം വലി വളരെ സിവിയർ ആണെങ്കിൽ മെഷീനറി വേണ്ടി വരും. അല്ല എങ്കിൽ സാധാരണ ലെവലിലുള്ള കൂർക്കം വലിയാണ് ഈ ജോയിന്റിന്റെ പ്രശ്നത്തിന്റെ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഡെന്റിസ്ട്രിയിൽ, ന്യൂറോമസ്കുലർ ഡെന്റിസ്ട്രിയിൽ അപ്ലയൻസസ് ഉണ്ട്. ചെറിയൊരു അപ്ലയൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ താടിയലിനെ പതുക്കെ ഇത്തിരി ഫ്രണ്ടിലേക്ക് പൊസിഷൻ ചെയ്ത് വെച്ചാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും വലിയൊരു മെഷീൻ കൊണ്ട് നടക്കേണ്ട ഭാരമില്ലാത്ത ഇതുമായി ചെയ്യാം. ഡോക്ടർ, നമുക്ക് പരിഹാരങ്ങളിലേക്കും ചികിത്സയിലേക്കും തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.